സിദ്ദീഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയുള്ള മുതിർന്ന അഭിഭാഷകരുടെ അതിശക്തമായ വാദങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, സിദ്ദീഖിന് ആശ്വാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്നു. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു സുപ്രീം കോടതി. ട്രയൽ കോടതി നടപടികളും അന്വേഷണവും പുരോഗമിക്കട്ടെ എന്നുള്ള നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. വിവരങ്ങൾ എന്താണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനം. അപ്രതീക്ഷിതം, ഏറ്റവും കടുത്ത ഒരു തീരുമാനം പോലും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകരുടെ സംഘം ഇന്ന് ഈ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത്. മകൻ ഷഹീൻ സിദ്ദിഖ് അടക്കമുള്ളവർ എത്തിയിരുന്നത്. എന്നാൽ വലിയ ആശ്വാസം, ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും വലിയ ആശ്വാസമുണ്ടാകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നും വേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങുന്ന ബെഞ്ചിന്റെ ഭാഗത്തു ബൽറാമിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അച്യുതൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു സിദ്ദിഖിന് സുപ്രീം കോടതി. എന്താണ് കോടതി വ്യക്തമാക്കിയത് അച്യുതൻ? റിജിത്ത്, കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയോട് സുപ്രീം കോടതി ഉന്നയിച്ച ചോദ്യം എന്നുള്ളത് ഈ 8 വർഷത്തോളം പരാതിക്കാരി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അതായത് ആ കാലതാമസം എന്തിനു വേണ്ടി എടുത്തു എന്നൊരു പ്രധാന ചോദ്യം അത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകയോട് ഉന്നയിച്ചു. അതിനുശേഷം ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക അറിയിച്ചത് സിദ്ദിഖ് ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു പ്രധാന നടനാണ് എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഫേസ്ബുക്കിലൂടെ ഈ പരാതിക്കാരിയെ സമീപിക്കുകയും മോശമായി പെരുമാറുകയും ഒക്കെ ചെയ്തു. മൊത്തത്തിൽ 29 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട SIT പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചു വരുന്നതായും അഭിഭാഷക അറിയിച്ചു. എന്നാൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ അതിനെ എതിർത്തുകൊണ്ട് 29 കേസുകൾ അത് ഇൻഡസ്ട്രിയിൽ മൊത്തമായി ഉള്ളതാണ്. എന്നാൽ ഇവിടെ ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം ധരിപ്പിക്കുകയുണ്ട്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നിലവിൽ ട്രയൽ കോടതി നടപടികളും ഇതുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം പുരോഗമിക്കട്ടെ എന്നതായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ച ഒരു സമീപനം. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം സിദ്ദിഖിന് അനുവദിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച വലിയൊരു ആശ്വാസം എന്ന് തന്നെ പറയാം. കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചയിടത്താണ് ഏറ്റവും മുകളിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസം ഉണ്ടായത്. ജസ്റ്റിസുമാരായ ബേല ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ ആണ് ഈ മുൻകൂർ ജാമ്യം പരിഗണിച്ചത്. അതിൽ സിദ്ദിഖിന് ആശ്വാസമാകുന്ന ഒരു ഇടപെടൽ അത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. റീജിത്ത്, അച്യുതനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനം. മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു സുപ്രീം കോടതി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കാത്ത സാഹചര്യത്തിൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു സിദ്ദിഖ്. അവിടെ നിന്നും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ മറിച്ചൊരു തിരിച്ചടിക്കുള്ള സാധ്യത കൂടിയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായുള്ള കൂടിയാലോചനകളുമായി സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. കീഴടങ്ങാനുള്ള നീക്കം സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു എന്ന തരത്തിലുള്ള ആലോചനകളുമൊക്കെ സജീവമായി നിൽക്കുന്നതിനിടയിൽ ഏറ്റവും ആശ്വാസകരമായൊരു തീരുമാനം, അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു സിദ്ദിഖിന്. ഈ 8 വർഷത്തോളം ഈ പരാതിക്കാരി എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 28 കേസുകൾ SIT അന്വേഷിക്കുന്നുവെന്ന് സർക്കാരിൻ്റെ അഭിഭാഷക കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ആ 29 കേസുകൾ ഇൻഡസ്ട്രിയിൽ മൊത്തമായി ഉള്ളതാണ് എന്നുള്ള കാര്യം സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ വാദത്തിന് ശേഷം മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു.